ദിവികാനീശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളെല്ലാം കാത്തിരുന്ന ആ ദിവസം ആഗതമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2013 നവംബർ 15 നമ്മുടെ വിളക്കിനൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ രാവിലെ പ്രഭാത ബലിമധ്യേ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോമിശിഹായുടെ തിരുമുഖം തെളിഞ്ഞത് സാർവത്രിക സഭ ഔദ്യോഗികമായിട്ട് അത്ഭുതമായി അടയാളമായി പ്രഖ്യാപിക്കുന്ന പുണ്യപ്പെട്ട ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഒത്തിരി സന്തോഷത്തിലാണ് ഇടവക ജനവും, പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയും സാർവത്രിക സഭയും എല്ലാം. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും നമ്മളെല്ലാം നിലനിൽക്കുന്നതും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തോട് ചുറ്റിപ്പറ്റിയാണല്ലോ. അപ്പോൾ ആ ഒരു അടയാളം നമ്മുടെ ഇടയിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനൊക്കെ ആയിട്ട് ഉണ്ടായതിലുള്ള വലിയൊരു സന്തോഷമുണ്ട്. 2025 മെയ് 31 ഉച്ച കഴിഞ്ഞ് 2:30 ഇന്ത്യൻ സ്ഥാനപതി, വത്തിക്കാൻ്റെ ഇന്ത്യൻ സ്ഥാനപതിയായ ആർച്ച് ബിഷപ്പ് ലെയോ പോർദോ ജെറേലി പിതാവ് ഇത് അത്ഭുതമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. ഇടവകജനം മുഴുവനും വലിയ സന്തോഷത്തിലാണ്. കാരണം 2018 ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഇവിടെ നിന്ന് കൊണ്ടുപോയി നിരവധി പരീക്ഷണങ്ങൾക്കും അതിനോടനുബന്ധമായ കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുപോയതിനു ശേഷം ദൈവജനത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം, ഇവിടെ എന്നും ആരാധനയ്ക്കായിട്ട് പ്രതിഷ്ഠിക്കണം. സഭ അതിൻ്റേതായ തലങ്ങളിലൂടെ എല്ലാം നീങ്ങി ഈ ഇടവക ദേവാലയത്തിലേക്ക് വീണ്ടും ആ ദിവ്യകാരുണ്യ അത്ഭുതം കടന്നു വരുമ്പോൾ ഇടവക ജനത്തിന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അത്ര വലിയ സന്തോഷമാണ്. അതിൻ്റെ തലത്തിൽ നിന്നാണ് ഈ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുള്ളതും. മഴയുടേതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും വകവയ്ക്കാതെ ദിവ്യകാരുണ്യത്തോട് ചുറ്റിപ്പറ്റി ഒരുപാട് ദൈവജനം, ആരെയും വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ പൂവണിയുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നു. നമ്മൾ നാളെ 1:45 ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനായി ഒടുവിള്ളി തട്ടിൽ നിന്ന് പ്രത്യേകമായി അലങ്കരിച്ച വാഹനങ്ങളോടൊപ്പം നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ സമീപത്തേക്ക്, കുരിശുപള്ളിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവിടെ വെച്ച് ദിവ്യകാരുണ്യ ഈശോയെ കരങ്ങളിൽ ഏന്തി നമ്മൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണമായി ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി പ്രത്യേകം അണിയിച്ചൊരുക്കിയിരിക്കുന്ന ദിവ്യകാരുണ്യ നഗറിലേക്ക് അഭിവന്ദ്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തോട് ചേർന്ന് നമ്മൾ കടന്നു വരികയാണ്. കൃത്യം 2:30 അതിൻ്റെ പ്രഖ്യാപനവും തുടർന്ന് ദൈവജനം മുഴുവനും ഈ വലിയൊരു സന്തോഷത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ആരാധനയുടെ സ്തുതിഗീതങ്ങൾ ഉയർത്തുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളാണ് തുടർന്നുള്ളത്. നമ്മൾ കൃത്യം 3:30 വിശുദ്ധ ബലി, കൃതജ്ഞതാ ബലി, നന്ദിയുടെ ബലി അർപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയ്ക്ക്, കൃതജ്ഞതാ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനോടൊപ്പം ഞർലക്കാട്ട് പിതാവും വലിയമറ്റം പിതാവും താരമംഗലം പിതാവും എല്ലാം ഈ വിശുദ്ധ ബലിയിൽ ജനറൽ അച്ഛന്മാരോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു. ഒപ്പം തലശ്ശേരി അതിരൂപതയിലെ വൈദിക ഗണവും സന്യസ്തരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ദൈവജനവും ഒക്കെ ഈ വലിയൊരു സന്തോഷത്തിൽ ഒന്നുചേർന്ന് നാഥനെ ബലിയർപ്പിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 3500 പേർക്ക് ഇരിക്കാവുന്ന പന്തലെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. വഴിയും മറ്റുമൊക്കെ ഈശോയെ സ്വീകരിക്കുവാനായിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് ഒരു ആത്മീയമായിട്ടുള്ള ഒരുക്കം കൊണ്ടുമൊക്കെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, അതിൻ്റെ അവസാന മിനുക്ക് പണികളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നാളത്തെ ഏറ്റവും മഹനീയമായ, ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് ഇങ്ങനെയൊരു അവസരം ഇനി നമുക്ക് ആർക്കും ഉണ്ടാകുവാനായിട്ട് ഇടയില്ല. കാരണം ഇത് ഭാരതത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ്. അതിൽ പങ്കുചേരുവാനായിട്ട് നമ്മുടെ ഈ ഒരു തലമുറയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇനി ഒരു തലമുറയ്ക്കും ഒരുപക്ഷെ ഉടനെയൊന്നും ഉണ്ടാകുവാനായിട്ട് പോലും ഇല്ലാത്തൊരു ഭാഗ്യം കൂടിയാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു പുണ്യപ്പെട്ട നിമിഷങ്ങളിലേക്ക് എന്ത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും അതിൽ അണിചേരുവാൻ വലിയ വിശ്വാസത്തിൻ്റെ ധീരതയോടുകൂടെ നിങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക്, വിളക്കിനൂരിൻ്റെ മണ്ണിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. വിളക്കണ്ണൂർ ഇടവക സമൂഹം, പിന്നെ സമീപ പ്രദേശത്തെ പള്ളികളിൽ നിന്നുള്ള അച്ഛന്മാർ, ആത്മായ സഹോദരങ്ങളെല്ലാം ഒരുമിച്ചുള്ളൊരു വലിയ ഒരുക്കം. കാലാവസ്ഥയുടെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ പന്തൽ സംവിധാനങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. നാളെ 1:45 വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യ സ്വീകരണം ഒടുവള്ളിത്തട്ട് ഭാഗത്ത്. അതിനുശേഷം 2 മണിക്ക് നമ്മളിവിടെ ഈ വിളക്കണ്ണൂർ ടൗണിൽ തന്നെയുള്ള കുരിശുപള്ളിയുടെ സമീപത്തിൽ സ്വീകരിച്ച് ആഘോഷമായ പ്രദക്ഷിണമായിട്ടാണ്
ഈ പന്തലിലേക്ക് തിരുവോസ്തിയും കൊണ്ട് വരുന്നത്. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അഭിവന്ദ്യ ജിറല്ലി പിതാവ് ഇന്ന് രാത്രിയോടുകൂടി തലശ്ശേരി ബിഷപ്പ് ഹൗസിലെത്തും. കൂടാതെ നമ്മുടെ തലശ്ശേരി മലബാറിലെ പിതാക്കന്മാർ, കണ്ണൂർ രൂപതയിലെ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ അലക്സ് വടക്കന്തല പിതാവ്, ഒപ്പം സഹായമിത്രൻ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ്, പിന്നെ മാനന്തവാടി രൂപതയുടെ സഹായമിത്രൻ അലക്സ് താരമംഗലം പിതാവ്, അങ്ങനെ പിതാക്കന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട്. തലശ്ശേരി രൂപതയിലെ 250ഓളം വൈദികരും 1000ഓളം സിസ്റ്റേഴ്സും നാളെ എത്തിച്ചേരും. കൂടാതെ നമ്മൾ വിചാരിക്കുന്ന ഒരു 10,000ഓളം ആളുകൾ എത്തുമെന്നാണ്. ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളൊക്കെ മാക്സിമം ഇവിടുത്തെ ഇടവക സമൂഹം ഒരുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആളുകൾ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തിയാൽ ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പന്തലും മുതലുള്ള എല്ലാ ക്രമീകരണങ്ങളുടെയും അവസാന ഒരുക്കത്തിലേക്കാണ്. നാളെ ദിവികാരന് ഇവിടെ എത്തിയാൽ പിന്നെ സ്ഥിരമായിട്ട് ഈ പള്ളിയിൽ തന്നെ അത് പ്രതിഷ്ഠിക്കുകയാണ്. നാളെ വിശുദ്ധ കുർബാന തിരുവോസ്തി ഇവിടെ എത്തിച്ച് ഔദ്യോഗികമായി ഇതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞാൽ തിരുവോസ്തി ആളുകൾക്കെല്ലാം കാണാവുന്ന രീതിയിൽ, ഈശോയുടെ തിരുമുഖം പതിഞ്ഞിരിക്കുന്ന ആ തിരുവോസ്തി എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നാളെ പന്തലിൽ തന്നെ വരുന്ന എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പ്രത്യേകമായ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഈശോയെ പ്രതിഷ്ഠിക്കും. ആൾക്കാർക്ക് കാണാൻ പറ്റും. ദിവ്യകാരണ ആരാധനയ്ക്കുള്ള അവസരമുണ്ട്. പിന്നീട് നമ്മൾ വിളക്കണ്ണൂർ പള്ളിയിൽ അത് പ്രതിഷ്ഠിക്കുകയാണ്. ഇവിടെ ഒരു തീർത്ഥാടന ആലയമായി മാറുന്നു. ആളുകൾക്ക് വന്ന് വിശുദ്ധ കുർബാന ആരാധന നടത്താനും ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി ദർശിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ, തുടർന്ന് വരുന്ന ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ, അറിയിപ്പുകളൊക്കെ ഉടനെ കിട്ടുന്നതായിരിക്കും. വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നാളെ നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖം പതിഞ്ഞ സംഭവം, അത് വത്തിക്കാൻ്റെ ഔദ്യോഗിക അംഗീകാരത്തോടെ ദിവ്യകാരുണ്യ അടയാളമായി അംഗീകരിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുകയാണ് നാളെ ഇവിടെ. അതിനുള്ള ഒരുക്കത്തിൽ തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റും സെക്രട്ടറിയും അതിരൂപത ഭാരവാഹികളുമാണ് എൻ്റെ കൂടെയുള്ളത്. ഈ സംഭവത്തെക്കുറിച്ച് അതിരൂപത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് വെളിയത്ത് സാറ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഭാരത സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് ഈ ദിവ്യകാരുണ്യം ഈശോ തന്നെ നേരിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. വിളക്കന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സംഭവമാണ്. നമ്മുടെ വിശ്വാസ സംബന്ധം വലിയൊരു സംഭവമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ തീക്ഷ്ണത അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നാളെ ഇവിടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. ഇവിടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ കൊടികെട്ടുന്നു. കുറേ ആൾക്കാർ കസേരകൾ നിരത്തിയിടുന്നു. കുറേ ആൾക്കാർ മറ്റു പല കാര്യങ്ങളുമൊക്കെ ആയിട്ട് കൊടി അങ്ങനെയുള്ള തോരണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കത്തോലിക്ക കോൺഗ്രസ് ഒരു സംഭവം അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതനുസരിച്ച് സജീവമായ സാന്നിധ്യം കത്തോലിക്ക കോൺഗ്രസിന് ഇവിടെയുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ പിലിപ്പച്ചനുണ്ട്. പിന്നെ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ജിമ്മി ഐത്തുമറ്റുണ്ട്, ട്രഷറർ സുരേഷുണ്ട്, ജെയിംസ് മാഷുണ്ട്, പിന്നെ ജോയ് സാറുണ്ട്, വൈസ് പ്രസിഡന്റ് ഷിനോ പാറക്കലുണ്ട്, അതുപോലെ തന്നെ ചെമ്പന്തൊട്ടിയുടെ പ്രധാന പ്രസിഡന്റ് ജോസ് മാത്യു ഉണ്ട്, വലിയപുറത്ത്. അങ്ങനെ നിരവധി ആളുകൾ ഇന്നും പല ഭാഗത്തു നിന്ന് ഇവിടെ വരികയും വലിയ സംഭവമാക്കി മാറ്റുവാൻ കത്തോലിക്ക കോൺഗ്രസ് നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ നാളെ നടക്കുന്ന ഈ അത്ഭുതം വലിയൊരു വിജയമാക്കാൻ വേണ്ടി കത്തോലിക്ക കോൺഗ്രസിനകത്ത് ഇടപെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് മലയോര മേഖലയിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അടയാളമാണിത്. ഈ പ്രദേശത്തുള്ള എല്ലാ നാനാജാതി മതസ്ഥരായ ആളുകൾക്കും ഒപ്പം സമുദായ അംഗങ്ങൾക്കും എല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ് നാളെ. ആ ദിവസത്തിന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഊർജ്ജിതമായ പ്രവർത്തനങ്ങൾ തലശ്ശേരി അതിരൂപത ഭാരവാഹികളുടെയും ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീലച്ചൻ്റെ നേതൃത്വത്തിൽ സജീവമായി കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മേഖലയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിച്ചനും ഇവിടെയുള്ള എല്ലാ അൽമായ പ്രവർത്തകരും ഈ ഇടവക മൊത്തത്തിൽ ഈ പ്രദേശങ്ങൾ മൊത്തം എല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനമാണ്. നാളത്തെ ഈ ഒരു അനുഗ്രഹപ്രദമായ ചടങ്ങിലേക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. നാളെ നടക്കുന്ന നമ്മുടെ കത്തോലിക്ക ദിവ്യകാരുണ്യ അത്ഭുതത്തിലേക്ക്, ആ ചടങ്ങിലേക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും എല്ലാ ഇടവകളിൽ നിന്നും ഫൊറോണകളിൽ നിന്നും എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും സദാപ്രവർത്തകരെയും സർവോപരി നല്ലവരായ നാട്ടുകാരെ എല്ലാവരെയും ഹാർദവമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി ക്ഷണിച്ചോളൂ.